ഹലോ ഗൈസ്, കൊമേഴ്സ് ലോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിത് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഇമ്പാക്റ്റ് ഓഫ് ഇൻക്രിമെൻ്റൽ കോൺട്രിബ്യൂഷൻ അനാലിസിസ്. ഇൻക്രിമെൻ്റൽ കോൺട്രിബ്യൂഷൻ അനാലിസിസിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? ഇൻക്രിമെൻ്റൽ കോൺട്രിബ്യൂഷൻ അനാലിസിസ് എന്ന് പറയുന്നത്, ഇൻക്രിമെൻ്റൽ കോൺട്രിബ്യൂഷൻ അനാലിസിസ് ഈസ് എ മാനേജീരിയൽ അക്കൗണ്ടിംഗ് ടെക്നിക് യൂസ്ഡ് ടു അസസ് ദ ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് ഓഫ് incremental changes in business activities such as production levels, product line or sales volume. നമ്മൾ ബിസിനസ്സിൽ എന്തെങ്കിലും അഡീഷൻസ് വരുത്തുവാണെങ്കിൽ, അതായത് എക്സ്ട്രാ ഒരു പ്രൊഡക്റ്റൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്തത് 100 യൂണിറ്റ്സ് ആയിരുന്നു, അത് 200 ആ ഒരു നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ് പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്യാൻ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ബിസിനസ്സിൽ ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ അത് ഇൻക്രീസ് ചെയ്താൽ ബിസിനസ്സിന് എത്ര കോൺട്രിബ്യൂഷൻ അധികമായിട്ട് കിട്ടും, ആ ഒരു കാര്യം നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ് ഇൻക്രിമെൻ്റൽ കോൺട്രിബ്യൂഷൻ അനാലിസിസ്. ഇറ്റ് ഫോക്കസസ് ഓൺ അനലൈസിങ് അഡീഷണൽ കോൺട്രിബ്യൂഷൻ മാർജിൻ ജനറേറ്റഡ് ബൈ ഈച്ച് ഇൻക്രിമെൻ്റൽ യൂണിറ്റ് ഓഫ് ആക്ടിവിറ്റി. ഓരോ അഡീഷണൽ യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ സെയിൽ ചെയ്യുകയോ ചെയ്യുമ്പോൾ അത് തരുന്ന അഡീഷണൽ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് അനലൈസ് ചെയ്യുകയാണ് ഇൻക്രിമെൻ്റൽ കോൺട്രിബ്യൂഷൻ അനാലിസിസിൽ. ഫസ്റ്റ് നമുക്ക് ഇൻക്രിമെൻ്റൽ കോൺട്രിബ്യൂഷൻ അനാലിസിസിൻ്റെ സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് ചെയ്യുന്നതാണ് ഐഡൻറ്റിഫൈങ് വേരിയബിൾ കോസ്റ്റ്. നമുക്കറിയാം കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റാണ്. സോ ഇൻക്രിമെൻ്റൽ ആക്ടിവിറ്റിയുടെ വേരിയബിൾ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് ഐഡൻറ്റിഫൈങ് വേരിയബിൾ കോസ്റ്റ്. സെക്കൻഡ്, കാൽക്കുലേറ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ. കോൺട്രിബ്യൂഷൻ മാർജിൻ കണ്ടുപിടിക്കണം. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റാണ് കോൺട്രിബ്യൂഷൻ മാർജിൻ. വേരിയബിൾ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യുന്നത് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? അസസിങ് ഇൻക്രിമെൻ്റൽ ചേഞ്ചസ്. ഒരു ഇൻക്രിമെൻ്റ് വരുത്തുന്നതിന് മുമ്പുള്ള കോൺട്രിബ്യൂഷന് നമുക്കറിയാം, ശേഷമുള്ള ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച കോൺട്രിബ്യൂഷൻ നമുക്കറിയാം. സോ ഇൻക്രിമെൻ്റ് വഴി എത്ര കോൺട്രിബ്യൂഷനാണ് അധികം വന്നത്, ആ ഒരു ഇൻക്രിമെൻ്റൽ ചേഞ്ചസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് തേർഡ് സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പാണ് ഡിസിഷൻ മേക്കിങ്. നമ്മൾ ഒരു ഇൻക്രിമെൻ്റൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് വഴി ഇൻക്രിമെൻ്റൽ കോൺട്രിബ്യൂഷൻ വന്നാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ, ഇൻക്രിമെൻ്റൽ കോൺട്രിബ്യൂഷനാണ്, അങ്ങനെ നമ്മൾ തീരുമാനമെടുക്കുന്ന ഒരു സ്റ്റേജസ് ആണ്. ഓക്കെ, നമ്മൾ ഫൈനൽ ഡിസിഷൻ എടുക്കില്ല, ഫിഫ്ത്ത് സ്റ്റെപ്പോടെ കഴിഞ്ഞ് ഫൈനൽ ഡിസിഷൻ എടുക്കുകയുള്ളൂ. അപ്പം കമ്പാരിറ്റീവ് അനാലിസിസ് ആണ് ഫിഫ്ത്ത് സ്റ്റേജ്. കമ്പാരിറ്റീവ് അനാലിസിസിൽ പല ഇൻക്രിമെൻ്റൽ ആക്ടിവിറ്റിയുടെയും അഡീഷണൽ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് നോക്കും. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷനിൽ നമ്മൾ ഫസ്റ്റ് ഓപ്ഷനിൽ പ്രൊഡക്ഷൻ 100 യൂണിറ്റ്സ് കൂട്ടാനായിട്ട് തീരുമാനിച്ചു. സെക്കൻഡ് ഓപ്ഷനിൽ നമ്മൾ പ്രൊഡക്ഷൻ 200 ആയിട്ട് കൂട്ടാനായിട്ട് തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് അനാലിസിസ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യും? 100 യൂണിറ്റ്സ് എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും 200 യൂണിറ്റ്സ് എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള വേരിയബിൾ കോസ്റ്റ് നോക്കും, സെയിൽസ് നോക്കും. അങ്ങനെ നമ്മൾ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കും. ഈ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ചപ്പം 2 പേർക്കും ഇൻക്രിമെൻ്റൽ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഓക്കെ, 100ന് 50 ഇൻക്രിമെൻ്റൽ കോൺട്രിബ്യൂഷനും 200ന് 78 ഇൻക്രിമെൻ്റൽ കോൺട്രിബ്യൂഷനും. ഓക്കെ, അപ്പം നമ്മൾ ഫോർത്ത് സ്റ്റെപ്പായ ഡിസിഷൻ മേക്കിങ്ങിൽ രണ്ടും കൊള്ളാമെന്നൊരു സ്റ്റേജ് വന്നു. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഫിഫ്ത്ത് സ്റ്റേജിലോട്ട് പോകും. കമ്പാരിറ്റീവ് അനാലിസിസ്. 1 ആണോ 2 ആണോ കൂടുതൽ നല്ലത്, കൂടുതൽ കോൺട്രിബ്യൂഷൻ ഇൻ ദ സെൻസ് 50ഉം 78ഉം വെറുതെ നോക്കുമല്ല. 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ 50 കിട്ടി, 200 പ്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് 78 കിട്ടിയത്. സോ പെർ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ ഏതിനാണ് ബെറ്റർ എന്ന് നോക്കി അങ്ങനെ ഡിസിഷൻ എടുക്കും. അപ്പോൾ ഇൻക്രിമെൻ്റൽ കോൺട്രിബ്യൂഷൻ അനാലിസിസ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എക്സ്ട്രാ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്നതിനുള്ള ഇൻക്രിമെൻ്റൽ അഡീഷണൽ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുകയും ഏറ്റവും കൂടുതൽ അഡീഷണൽ കോൺട്രിബ്യൂഷൻ തരുന്ന ഒരു ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു അനാലിസിസ് പ്രൊസീജിയറാണിത്. ഇനി നമുക്കിതിൻ്റെ ഇംപ്ലിക്കേഷൻസ് നോക്കാം. ഫസ്റ്റ് തന്നെ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. നല്ല ബിസിനസ് ഒബ്ജക്റ്റീവ് ഒക്കെ ബേസ് ചെയ്ത് സ്ട്രാറ്റജിക്കായിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഇൻക്രിമെൻ്റൽ കോൺട്രിബ്യൂഷൻ അനാലിസിസ് സഹായിക്കും. നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല, ഏത് പ്രൊഡ്യൂസ് ചെയ്താൽ ബിസിനസ്സിൻ്റെ ഗുഡ് വില്ല് കൂടും, ബിസിനസ്സിൻ്റെ ബ്രാൻഡ് ഇമേജ് കൂടുമെന്നൊക്കെ കോൺട്രിബ്യൂഷൻ്റെ ബേസിൽ തന്നെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് റിസോഴ്സ് അലോക്കേഷൻ.
നമ്മളുടെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്, മെറ്റീരിയൽ പോലുള്ള റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. സോ ഏത് പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടിയാൽ കൂടുതൽ കോൺട്രിബ്യൂഷൻ കിട്ടുമെന്ന് നമ്മൾ ഇൻക്രിമെൻ്റൽ കോൺട്രിബ്യൂഷൻ അനാലിസിസിലൂടെ കണ്ടുപിടിക്കുമല്ലോ. സോ ആ പ്രൊഡക്റ്റിലോട്ട് കൂടുതൽ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്ത് ബിസിനസ്സിനെ കൂടുതൽ പ്രോഫിറ്റിൽ എത്തിക്കാനായിട്ട്, കൂടുതൽ പ്രോഫിറ്റബിളായിട്ട് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഇൻക്രിമെൻ്റൽ കോൺട്രിബ്യൂഷൻ അനാലിസിസ് നമ്മളെ സഹായിക്കും. അതുപോലെ പെർഫോമൻസ് ഇവാലുവേഷനും നമ്മളെ ഇൻക്രിമെൻ്റൽ കോൺട്രിബ്യൂഷൻ അനാലിസിസ് സഹായിക്കും. ഏത് പ്രൊഡക്റ്റാണ് അഡീഷണൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പം കൂടുതൽ കോൺട്രിബ്യൂഷൻ തരുന്നത്, അതിൻ്റെ ബേസിൽ നമ്മൾ പറയും ആ ഒരു പ്രൊഡക്റ്റാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. അങ്ങനെ പെർഫോമൻസ് ഇവാലുവേഷനും ഈ ഒരു ടെക്നിക്ക് സഹായിക്കും. അതുപോലെ സെൻസിറ്റിവിറ്റി അനാലിസിസിന് ഇവിടെ ഒരു മാറ്റം വരുത്തിയാൽ കോൺട്രിബ്യൂഷനിൽ എന്ത് മാറ്റം വരും. ഇപ്പം നമ്മൾ 100 യൂണിറ്റ്സ് വിറ്റുകൊണ്ടിരുന്നിടത്ത് 200 യൂണിറ്റ്സ് വിറ്റാൽ കോൺട്രിബ്യൂഷനിൽ എന്ത് മാറ്റം വരും, കോസ് ആൻഡ് എഫക്റ്റ്, നമ്മൾ ഇങ്ങനെ ചെയ്താൽ എന്ത് എഫക്റ്റ് വരും എന്നുള്ള സെൻസിറ്റിവിറ്റി അനാലിസിസ് നടത്താനായിട്ടും ഇൻക്രിമെൻ്റൽ കോൺട്രിബ്യൂഷൻ അനാലിസിസ് സഹായിക്കുന്നു. അതുപോലെ പ്രൈസിങ് ഡിസിഷൻ എടുക്കാനായിട്ടും ഇൻക്രിമെൻ്റൽ കോൺട്രിബ്യൂഷൻ അനാലിസിസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു റഫ് ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഇത്ര ഒന്ന് അറിഞ്ഞു വെക്കുക. അങ്ങനെ പ്രോബ്ലം ഒന്നും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല ഈ ഏരിയയിൽ നിന്ന്. ചോദിച്ചാലും നിങ്ങൾ ജസ്റ്റ് ആ ഒരു പല ഓൾട്ടർനേറ്റീവ്സിൻ്റെയും കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക, ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ഉള്ളത് സെലക്ട് ചെയ്യുക, ആ ഒരു രീതിയിൽ ചെയ്താൽ മതിയാവും. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.